പുതിയ നുസ്ക് ആപ്ലിക്കേഷൻ ലോഗിൻ ചെയ്യാൻ പറ്റുന്നില്ല. എങ്ങനെ ഈ പ്രശ്നം പരിഹരിക്കാം എന്നുള്ളതാണ് കാണിച്ചു തരുന്നത്. നിങ്ങൾ മൊബൈൽ ഫോണിൽ പുതിയ നുസ്ക് ആപ്ലിക്കേഷൻ ഇതുപോലെ ഓപ്പണായി വരും. അതിനുശേഷം നമ്മൾ ലോഗിൻ ചെയ്ത് വെച്ച ഈ ആപ്ലിക്കേഷൻ ഇതുപോലെയാണ് വന്ന് വരുന്നത്. പിന്നെ നമ്മൾ പാസ്വേഡ് യൂസർ നെയിം ഒക്കെ അടിച്ചതിന് ശേഷം ഓപ്പൺ ആക്കണം. ഇപ്പോൾ അങ്ങനെയല്ല കാണിക്കുന്നത്. ലോഗിൻ ക്ലിക്ക് ചെയ്ത് സൗദി അറേബ്യ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നാഷണൽ ഐ ഡി ഉള്ളിടത്ത് ഇഖാമ അതുപോലെ പാസ്വേഡ് ഒക്കെ ഇതേപോലെ അവിടെ നിൽക്കുന്നുണ്ടാവും. ലോഗിൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ പ്ലീസ് അപ്ഡേറ്റ് ദി ആപ്ലിക്കേഷൻ വേർഷൻ അപ്പോൾ ഇങ്ങനെ കാണിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് എങ്ങനെയാണ് പരിഹരിക്കുക, അതെന്താ അങ്ങനെ കാണിക്കണമെന്ന് വെച്ചാൽ ഈ ഒരു പുതിയ ആപ്ലിക്കേഷൻ്റെ പുതിയൊരു അപ്ഡേഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ എങ്ങനെ ഈ ആപ്ലിക്കേഷൻ അപ്ഡേറ്റ് ചെയ്യുക എന്നുള്ളതാണ് കാണിച്ചു തരുന്നത്. ഈ ഒരു ആപ്ലിക്കേഷൻ അപ്ഡേറ്റ് ചെയ്താൽ മാത്രമേ ഈ ലോഗിൻ എന്നുള്ള ഈ ബട്ടൺ വർക്ക് ആവുള്ളൂ. അതിനുശേഷം OTP എൻ്റർ ചെയ്തതിന് ശേഷം ആപ്ലിക്കേഷൻ ഓപ്പണായി കിട്ടും. ഫസ്റ്റ് ഈ ഒരു ആപ്ലിക്കേഷൻ നമ്മൾ അപ്ഡേറ്റ് ചെയ്യണം. അതെങ്ങനെയാണെന്നുള്ളതാണ് കാണിച്ചു തരുന്നത്. എവിടെയാണ് അപ്ഡേറ്റ് ചെയ്യലെന്ന് കാണിച്ചു തരാം. നിങ്ങളുടെ മൊബൈൽ ഫോണിലുള്ള ഈ പ്ലേ സ്റ്റോർ എന്ന ആപ്ലിക്കേഷൻ നിങ്ങൾ ഓപ്പൺ ആക്കുക. അതിനുശേഷം പ്ലേ സ്റ്റോറിൻ്റെ പ്രൊഫൈൽ ഉണ്ട്, ഇത് മേളിലായിട്ട് അത് ക്ലിക്ക് ചെയ്യുക. സെറ്റിങ്സൊക്കെ അവിടെയാണ്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാനേജ് ആപ്സ് ആൻഡ് ഡിവൈസ് എന്ന് കൊടുത്തിട്ടുണ്ടാവും. അത് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം സി ഡീറ്റെയിൽസ് എന്നുണ്ടാവും ഇവിടെ, ഇത് ക്ലിക്ക് ചെയ്യുക. ഇതിൽ ഒരുപാട് 35 ആപ്ലിക്കേഷനോളം ഇപ്പോൾ അപ്ഡേഷൻ ചെയ്യാനുണ്ട്. നമ്മൾ നുസ്ക് ആപ്ലിക്കേഷനാണ് അപ്ഡേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതിനകത്ത് അത് തിരയുക. ഇവിടെ കൊടുത്തിട്ടുണ്ട്. നുസ്ക് ആപ്ലിക്കേഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അപ്ഡേഷൻ എന്ന് കൊടുത്തിട്ടുണ്ടാവും. ഇവിടെ ക്ലിക്ക് ചെയ്താൽ അപ്ഡേഷൻ ആവും. അല്ലെങ്കിൽ അപ്ഡേഷൻ ഈ പ്ലേ സ്റ്റോറിലുള്ള ഈ അപ്ഡേഷൻ സ്ഥലത്ത് ഇവിടെ അപ്ഡേറ്റ് എന്ന് കൊടുത്തിട്ടുണ്ടാവും. അത് ക്ലിക്ക് ചെയ്താൽ മതി. ഓക്കെ, ആപ്ലിക്കേഷൻ അപ്ഡേറ്റ് ക്ലിക്ക് ചെയ്താൽ മുകളിലോട്ട് അത് വരും. ഓക്കെ, ഒരു 5 MB ഉള്ളൂ അപ്ഡേറ്റിൻ്റെ MB വരുന്നത്. അത് ക്ലിക്ക് ചെയ്ത് പിന്നീട് നിങ്ങൾ ആപ്ലിക്കേഷൻ ഓപ്പൺ ആവണ അത് കാണിക്കും. അത് ഓപ്പൺ എന്നുള്ള ക്ലിക്ക് ചെയ്യുക. ഇനി ആ പ്രശ്നം പരിഹരിച്ചിരിക്കണ നമ്മൾ നോക്കാം. ലോഗിൻ എന്നുള്ള ക്ലിക്ക് ചെയ്യുക. സൗദി അറേബ്യ ക്ലിക്ക് ചെയ്യുക. ഇവിടെ റിമെമ്പർ മീ എന്നുള്ള ഉണ്ടാവും, ഇത് ക്ലിക്ക് ചെയ്യുക. ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് ഗുണം എന്ന് വെച്ചാൽ ഈ ആപ്ലിക്കേഷൻ നിങ്ങൾ ഓരോ തവണ ആയിട്ട് ആ പാസ്വേഡ് അവിടെ തന്നെ, പാസ്വേഡും ഇഖാമയും അവിടെ തന്നെ സേവ് ആയി നിൽക്കും. അത് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ, ഓരോ വട്ടം നമ്മളങ്ങനെ പോവുകയാണ്. പാസ്വേഡും ഈ ഇഖാമയും അതേപോലെ തന്നെ അവിടെ ഉണ്ടാവും. പിന്നെയും രണ്ടാമത് നമ്മൾ എൻ്റർ ചെയ്യേണ്ട ആവശ്യമില്ല. ഇതിൽ ഈ റിമെമ്പർ എന്നുള്ളതിൽ ടിക്ക് ഇട്ട് കഴിഞ്ഞാൽ അതിനുശേഷം നിങ്ങൾ ലോഗിൻ എന്ന് ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ കണ്ടില്ലേ നിങ്ങൾ, അത് അപ്ഡേറ്റ് ചെയ്തപ്പോൾ റെഡി ആയില്ലേ. അപ്പോൾ ഇത്രേ ഉള്ളൂ, വളരെ സിമ്പിളായിട്ടുള്ള പരിപാടിയേ ഉള്ളൂ. OTP എൻ്റർ ചെയ്ത് കൊടുക്കുക ഇവിടെ. ഓക്കെ, ഈ ഒരു മൊബൈൽ നമ്പറിലോട്ട് OTP വന്നിട്ടുണ്ടാവും. അപ്പോൾ ഈ ആപ്ലിക്കേഷൻ ഇപ്പോൾ ഓപ്പണായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഉംറയ്ക്ക് പോവാനുള്ള ഒരാളെ മൊബൈൽ ഫോണാണ് ഇത്. ഇന്ന് ഉംറയ്ക്ക് പോകുമ്പോൾ ഇന്നാണ് ഉംറ എന്നുള്ളതിൻ്റെ ഒരു ഇതാണ് കാണിക്കുന്നത്. വ്യൂ പെർമിറ്റ്, ഇത് ക്ലിക്ക് ചെയ്താൽ നമ്മൾ പെർമിറ്റും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. അല്ലെങ്കിൽ ഇവിടെ പെർമിറ്റ് എന്ന് കൊടുത്തിട്ടുണ്ടാവും. ഇത് ക്ലിക്ക് ചെയ്തിട്ട് ഉംറ എന്ന് കൊടുത്തിട്ടുണ്ടാവും. അത് ക്ലിക്ക് ചെയ്താൽ മതി. പിന്നെ വ്യൂ ഡീറ്റെയിൽസ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്താൽ ഉംറ പെർമിറ്റ് കാണാൻ പറ്റും. ഓക്കെ.